കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണിച്ചു തന്ന മറ്റേ ലഷ് കേവ്. ഇവിടെ ഞാൻ ഇങ്ങോട്ടേക്കൊന്ന് പോയപ്പില്ലേ, ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇതിനകത്തൊരു ചെറിയ കേവ് കണ്ടത്. അപ്പോൾ തന്നെ ഞാൻ ഇവിടെ ഒരു സ്റ്റെയർ കേസ് ഒക്കെ സെറ്റ് ചെയ്ത്, എന്നിട്ട് ഞാൻ ഇവിടെ എല്ലായിടത്തും അരിച്ച് പെറുക്കി നോക്കിയിട്ട് എല്ലായിടത്തും ടോർച്ചൊക്കെ ചെയ്തിട്ട് ഞാൻ 3-4 മറ്റേ സ്പോണർ കണ്ടുപിടിച്ച്, സ്പൈഡർ സ്പോണർ. അത് എനിക്ക് ചെയ്യാനില്ല. അതോടെ എനിക്ക് ഇത്ര ഐറ്റംസ് കിട്ടി. ഒരു സ്റ്റാക്ക് റോയാണ് 15 ഗോൾഡ്. എൻ്റെ കയ്യിലുള്ള ബ്രെഡെല്ലാം തീർന്നുകൊണ്ട് എനിക്ക് കുറച്ച് 5 ബ്രെഡ് എനിക്ക് ഈ ഒരു മൈൻ ഷാഫ്റ്റിൽ നിന്ന് കിട്ടി. പിന്നെ ഞാൻ ആപ്പിളും അതൊക്കെ ആണ് തിന്നുകൊണ്ട് നടക്കുന്നത്. എനിക്ക് പിന്നെ ഒരു നെയിം ടാഗ് കിട്ടി. പിന്നെ കുറേ റെഡ് സ്റ്റോൺ കിട്ടി. ഞാൻ ക്യാറ്റൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കുറേ സ്ലൈം സ്പോണാണെന്നുണ്ട്. എനിക്ക് കുറച്ച് സ്ലൈമൊക്കെ കിട്ടും. ഇവിടെ എവിടെയോ ഒരു സ്ലൈം ചെക്കുണ്ട്. ഇത് പിന്നെ ഒരു വലിയ സ്ലൈം. പക്ഷേ ഇവന്മാർ കൊല്ലും ഗൈസ്. ഹെൽത്ത് കുറേ പോകുന്നുണ്ട്. അയ്യോ, ഇത് എത്ര പേരിത്! ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ സ്പോണാവുന്നത്. ഞാൻ അവന്മാരെ കൊല്ലാൻ നിൽക്കുന്നില്ല. ഞാൻ എന്തായാലും ബാക്കി കാര്യങ്ങൾ ചെയ്താൽ നിൽക്കും. ഇങ്ങോട്ടൊന്നും ഞാൻ പോയില്ലല്ലേ. ഇവിടെ എന്തൊക്കെ ഇങ്ങോട്ടൊന്നും ഞാൻ പോയില്ല. ഇവിടെ വല്ലതും ഉണ്ടോ? ഫുഡ് കഴിച്ചേക്കാം. ഇല്ലെങ്കിൽ പെട്ടെന്ന് എങ്ങാനും ക്രീപ്പറോ വല്ല ഫ്രണ്ടി വന്നാലോ. ഇങ്ങോട്ടൊന്നും ഞാൻ വന്ന് നോക്കിയില്ലായിരുന്നു. ഞാൻ മറ്റേ ലഷ് കേവ് മറ്റേ മൈൻ ഷാഫ്റ്റ് അടിച്ചിട്ട് അങ്ങോട്ടേക്കാണ് ഞാൻ പോയത്. അതുകൊണ്ട് അവനെ കുറേ അയണുണ്ട്, അതുകൂടെ എടുക്കാം ഗൈസ്. എന്നാലും അയൺ ഇനി നമുക്ക് ആവശ്യമുണ്ട് കുറേ മറ്റേ ഫാർമൊക്കെ ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഇവിടെ ലൈറ്റ് സെപ്പറേറ്റ് വെക്കണമെന്നില്ല കുറേ സ്ഥലത്തൊന്നും. ഈ ഒരു ഗ്ലോബറീസ് ഉണ്ടല്ലോ. പിന്നെ അതേണ്ട് പിന്നെയും കുറച്ചാണ്. അതേണ്ട ഇവിടെ ഉണ്ടായാണ്. നിങ്ങളടുത്ത് ഞാൻ പറയാൻ മറന്നു, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഒരു പോണ്ട് ഉണ്ടാക്കാൻ പോകണം. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞില്ലേ മറ്റേ എൻ്റെ വീടിൻ്റെ അടുത്ത്. ഈ കേവ് ഇത്രേ ഉള്ളൂ ഗൈസ്. ഈ ഒരു ലഷ് കേവ് ഡീപ്പ് സ്ലൈറ്റ് വരെ കൊണ്ടുപോയി. ഇതേണ്ടിരിക്കുന്നത് ഇതിന് താഴോട്ടിന് ഡീപ്പ് സ്ലൈറ്റ് ആയിരിക്കും. ഞാൻ തിരിച്ച് മേളിലോട്ട് പോകാൻ പോകുന്നത്. ടോർച്ച് ചെയ്തേക്കാം. ഇവിടെ വല്ല കേവ് ഉണ്ടോ? അതേണ്ട് ഇവിടെ ആയതുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കിയ മൈനിങ് ഏരിയയുടെ തൊട്ട് താഴെ തന്നെ ഉണ്ടായിരുന്നു ഈ ഒരു ലഷ് കേവ്. അതെൻ്റെ ലക്കാണ്. മുകളിലോട്ട് അയ്യോ, അങ്ങനെ നമ്മൾ മുകളിലെത്തി. അയ്യോ, ഞാൻ പെട്ടെന്നൊന്ന് പേടിച്ച്. മറ്റേ സ്ഥലത്ത് താഴെ വീണില്ല. മുകളിൽ നൈറ്റാണോ? നൈറ്റാണെന്ന് തോന്നുന്നു. അവിടെ ഇരുന്ന ചെസ്റ്റിലെ ഐറ്റംസ് എല്ലാം ഇവിടെ കൊണ്ടുവന്ന് വെച്ചായിരുന്നു. വേണ്ട 3 ഡബിൾ ചെസ്റ്റ് നിറയുന്ന രീതിയിലുണ്ട്. ഓക്കെ. പിന്നെ ഇവിടെ പ്രഷർ പ്ലേറ്റ് ഞാൻ വെച്ച്. ഇവിടെ മാത്രമേ ഉള്ളൂ. മുകളിൽ ഞാൻ വെച്ചായിരുന്നു. കയറുന്നിടത്ത് മാത്രം ഞാൻ വെച്ച്. കിടന്നുറങ്ങട്ടെ. ഉണ്ടാക്കാനായിട്ട് എനിക്ക് വലിയ ഡിസൈനൊന്നും ഇല്ല. ചുമ്മാ ഒരു കുഴി വെട്ടിയിടാം. എന്നിട്ട് അതിനൊന്ന് ബ്യൂട്ടിഫിക്കേഷൻ ചെയ്തെടുത്താൽ മതി. പോടെ. ഞാൻ ആദ്യം ഇവിടെ ഒരു സർക്കിൾ ഉണ്ടാക്കാം. ഒരു ചെറിയൊരു സർക്കിൾ. അയ്യോ, ഡർട്ടൊന്നും എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല. ഞാൻ എന്തായാലും പോയി ഇൻവെൻറ്ററി ഒന്ന് ക്ലീൻ ആക്കട്ടെ. പിന്നെ ഞാൻ വില്ലേജിൽ പോയിട്ട് മറ്റേ സാധനം എടുത്തുകൊണ്ടായിരുന്നു. മറ്റേ എന്തായിരുന്നു, അതാണ്ട് ഈ ബ്രൂയിങ് സ്റ്റാൻഡ് എടുത്തുകൊണ്ടായിരുന്നു. പിന്നെ ഞാനൊരു മറ്റേ സംഭവം എന്തായാലും ബ്ലാസ്റ്റ് ഫർണസ് എടുത്തുകൊണ്ട് വന്നായിരുന്നു. എനിക്ക് ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഈ അയണെല്ലാം പെട്ടെന്ന് സ്മെൽറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ബ്ലാസ്റ്റ് ഫർണസ് ഹെൽപ്പ് ചെയ്യും. ഈ സാധനങ്ങളൊന്നും ഒറ്റ ഫർണസ് വെച്ച് സ്മെൽറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എന്തായാലും 1-2 ഫർണസ് കൂടെ ഉണ്ടാക്കാനായിട്ട് ഈ ഡീപ്പ് സ്ലൈറ്റ് എടുക്കാം. ഒരു ഫർണസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് മുകളിൽ വെക്കാം. എന്നിട്ട് അതിൻ്റെ അടുത്ത് ബ്ലാസ്റ്റ് ഫർണസ് വെക്കാം. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് ഈ ഒരു സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് ഞാൻ കുറച്ച് കോൾ എടുത്തോണ്ട് വരാം. കോളില്ല, അതേണ്ട 9 എണ്ണം ഉണ്ട്. ഞാൻ എടുത്തോണ്ട് വന്നാണ്. പിന്നെ 5 കോൾ വേറെ ഉണ്ട്. ചാർക്കോൾ എവിടെ പോയി? ചിലപ്പം മുകളിൽ കാണും. മുകളിലത്തെ ഫർണേസിൽ കാണും. ബ്ലാസ്റ്റ് ഫർണേസിനകത്ത് നമുക്ക് ഇത്ര ഇത് വെക്കാം. പിന്നെ ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്. അതിനകത്ത് നമുക്ക് ഗോൾഡ് കുറച്ചെടുക്കാം ഗൈസ്. എന്നിട്ട് ഇപ്പുറത്തും വെക്കാം. ഇപ്പുറത്ത്. എന്നിട്ട് ഈ ബാക്കി ആണ് കൊണ്ട് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി ബിൽഡ് ചെയ്യാൻ പോവാം. ഇവിടെ എന്തോ കേവൊക്കെ ഉണ്ട്. അന്ന് അടച്ചേക്കാം. അത്യാവശ്യം വലിപ്പമുള്ളൊരു സർക്കിൾ ഞാൻ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു സർക്കിളല്ല, ഈ കറക്റ്റ് സർക്കിളായിട്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു ഭംഗി കാണത്തില്ല. ഇനി നമുക്ക് ഇതിനകത്ത് സാൻഡ് നിറയ്ക്കണം. ഇതിനു മുമ്പ് ഞാൻ ഗ്ലാസ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് സാൻഡ് എടുത്തുകൊണ്ട് വന്നായിരുന്നു. അത് വേണ്ട 17 എണ്ണം ഉണ്ട്. അതിനകത്തുള്ള ബ്ലോക്ക് പൊട്ടിച്ചിട്ട് അതിനകത്ത് നമുക്ക് ഈ സാൻഡ് വെക്കണം. കറക്റ്റ് തികഞ്ഞ് ഒരെണ്ണൂടെ വേണമായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, പിന്നെ എടുത്തോളൂ. ഇപ്പം എൻ്റെ ഇതൊന്നും ഇല്ല. ഒന്നല്ല. അപ്പം
ഒരെണ്ണം നമുക്ക് ഈ സൈഡിൽ നിന്ന് എടുക്കാം, ഇവിടെ ബീച്ചുണ്ടല്ലോ, അതുകൂടെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കാം. ഇനി നമുക്കിതിനകത്ത് വെള്ളം നിറയ്ക്കണം. ഒരു ഇൻഫിനിറ്റി വാട്ടർ സോഴ്സിനെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് വെള്ളം എടുത്തിട്ട് നമുക്ക് ബാക്കി എല്ലായിടത്തും ഒഴിക്കാം. ഓക്കെ, വെള്ളം നിറച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് ബോൺ മീൽ ചെയ്യാം. ഇനി അടുത്ത് ഈ ഒരു ഭാഗം ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഒരു സംഭവം വരും, ഈ ഒരു ഹോണ്. അപ്പോൾ ഹോണല്ല, മറ്റേ ഫാൻ കോറൽ ഫാൻ, അങ്ങനെ ഒരു സംഭവമില്ലേ, ആ സംഭവം വരും. ഇനി നമുക്ക് ഇനി നമുക്കൊരു ഫിഷിനെ കൊണ്ടുവന്ന് പിടിച്ചിടണം അതിനകത്ത്. ഇപ്പോൾ ഓക്കെ, ഈ ഒരു സംഭവത്തിന് ഞാൻ എടുക്കാം. എൻ്റെ പേരെനിക്കറിയത്തില്ല. ഒരു ഗ്രേ കളർ, അതിനെ ഇവിടെ കൊണ്ടുവന്നിട്ടേക്കാം. ഓക്കെ, അങ്ങനെ വീടിൻ്റെ തൊട്ടടുത്ത് നമ്മളൊരു കുട്ടി പോണ്ട് ഉണ്ടാക്കിയിട്ട് ഇനി ഓഫ് ക്യാമറയിൽ വന്ന് ഫിഷ് ചെയ്യണം ഞാൻ. എന്നിട്ട് ഞാൻ ഫിഷ് ചെയ്ത ലൂട്ടിൽ അടുത്ത എപ്പിസോഡ് കാണിച്ചു തരാം. ഇന്ന് എനിക്ക് ഇത്രയും ചെയ്യാനേ സമയം കിട്ടിയുള്ളൂ ഗൈസ്. കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ ഈ ഒരു പണി തീർത്തിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡത്തുള്ള ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം.